ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈ സ്ലീവിലൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് പോലത്തെ വർക്ക് എങ്ങനെയാണ് ഈ ലേസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്തെടുക്കുക ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ വരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഇതിൽ പാച്ച് ചെയ്യാനായിട്ടുള്ള ലേസസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഇതിന് മാച്ച് ആവുമെന്ന് തോന്നുന്ന ഏത് ലേസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിസൈൻസൊക്കെ നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 2-3-4 തരം ലൈസസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് വേണ്ട പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് ഭാഗത്തായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ എൻഡ് ഭാഗത്തുനിന്ന് മുകളിലേക്കൊരു 6 ഇഞ്ചോ അത്രയും ലെങ്ത്തിലാണ് വർക്ക് വേണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വർക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 7 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ലേസ് ഒന്ന് വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വർക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇത് എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വർക്കുകളൊക്കെ പല ഷേപ്പിലൊന്ന് വെച്ച് നോക്കും. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഡിസൈനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ലേസ് എങ്ങനെയാണ് വെക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക, ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ലേസൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ആവുന്നതും അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു വെച്ചാൽ ഭംഗി ഉണ്ടാവും തോന്നണമൊക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് അവസാനം ഒരു ഡിസൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഈ ഡിസൈൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യാറ്. ഞാൻ ഗം വെച്ച് ഒട്ടിക്കാറുണ്ട്, എന്നാലും ചെറുതായിട്ടൊരു തുന്നി കൊടുക്കുകയും കൂടി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇളകി പോരുന്ന ഇതായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർക്ക് ഇങ്ങനെ കട്ട് വർക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമ്മളിതുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗം ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് 2 ഭാഗത്തേക്കും സെയിം ആയിട്ട് വരുന്ന തരത്തിൽ ഉള്ള കട്ട് വർക്കുകളെല്ലാം ഒരുമിച്ച് വരുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് ശേഷമാണ് ഒക്കെ അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. B7000 എന്ന് പറയുന്ന ഗമ്മാണ് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഒട്ടിച്ച് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് തുന്നി കൊടുക്കാൻ കൂടി ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ 2 സെൻറ്ററിലുള്ള വർക്കിൻ്റെ സെൻറ്ററിലൂടെയൊക്കെ ഞാൻ സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗമ്മ് തയ്ച്ചതിന് ശേഷം പിന്നീട് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം ഈ നീഡിൽ ഗമ്മിൻ്റെതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് പൊട്ടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അതിന് മുന്നേ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇത് സ്ഥാനം തെറ്റി ഇരുന്നാലോ എന്നുള്ള ഇതിലാണ് നമ്മളിതൊന്ന് ചെറിയ കംപ്ലീറ്റ് ആയിട്ടല്ല, ഞാൻ സെൻറ്റർ ഭാഗത്തും കുറച്ച് ഭാഗത്ത് മാത്രം ആക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഗം തയ്ച്ചതിന് ശേഷം ഇപ്പോൾ നമ്മളിതുപോലെ ഒരു ഫ്രെയിമിൽ എംബ്രോയ്ഡറി ഫ്രെയിമിലാക്കിയിട്ട് ഇതിനെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളൊന്ന് തുന്നി കൊടുക്കുന്നത്. ചെറിയ തിന്നായിട്ടുള്ള നീഡിൽ വെച്ചിട്ടാണ് തുന്നി എടുക്കുന്നത്. ഇതിൽ ഗമ്മുള്ള കാരണം കൊണ്ട് നമ്മളിതിങ്ങനെ തുന്നുമ്പം അതിങ്ങനെ പൊന്തി പോരുകയാണ്. പിന്നെ മെല്ലെ മെല്ലെ ആയിട്ട് തുന്നിയെടുത്തു. കുറച്ച് നമുക്ക് ഹാൻഡ് വർക്കിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഇത് തുന്നിയെടുത്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുത്തിട്ട് വരാം. തുന്നിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗോൾഡൻ സ്റ്റോൺസും കൂടി ഇതിൻ്റെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുന്ന രീതിയിലല്ല, ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ കൂടി ചെയ്തിട്ടുണ്ട്. സ്റ്റോൺസൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഈ ഗം വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സാണെങ്കിലും അതിലും ഈ ഒരു സ്റ്റോൺസ് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മളതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒട്ടിയതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്ത് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത ലേസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗത്തായിട്ട്
നമ്മൾ തുന്നിക്കൂടുക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിയാത്തതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇതിലില്ല. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ കാണിക്കാം. ഡ്രസ്സ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചേക്കാം. ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞെടുത്തപ്പോൾ ഇതാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ഭാഗത്തും കൂടി നമുക്ക് ഗോൾഡൻ ഗോൾഡൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒട്ടാത്തതോ അതോ തുന്നിയിട്ട് പിടിക്കാത്തോ ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ നോക്കിയിട്ട് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.